ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു 3 കേക്കിൻ്റെ സിമ്പിളായിട്ടുള്ളൊരു ഡെക്കറേഷനുമായിട്ടാണ്. അപ്പോൾ ആ ഒരു ഡെക്കറേഷൻ കാണിക്കുന്നതിന് മുന്നേ ആയിട്ട് എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ ഒരു വീഡിയോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. എനിക്കൊരു പ്രത്യേകതയുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാൻ ഫുള്ള് ബേക്കിംഗ് ആയാലും ഫ്രോസ്റ്റിംഗ് ആയാലും ഡെക്കറേഷൻ ആയാലും എല്ലാം ഞാൻ നൈറ്റാണ് കേട്ടോ ചെയ്യുന്നത്. ബേക്കിംഗ് സ്റ്റാർട്ട് ചെയ്തത് തന്നെ ഒരു 8-8:30 മണിയായപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് കംപ്ലീറ്റ് ഞാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ 1 മണിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. രാത്രി ഫുള്ള് ഞാൻ ഈ ഒരു കേക്കിലായിരുന്നു. ഇപ്പോൾ ഈ ചെയ്യുന്നത് വാഞ്ചോ കേക്കാണ്. ഇതിൻ്റെ ഷോർട്സ് വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട് എനിക്കുണ്ടായിരുന്നത് ഒരു വൈറ്റ്, ഒരു ബ്ലാക്ക്, ഒരു വാഞ്ചോ, ഈ 3 ഫ്ലേവറായിരുന്നു എനിക്കുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ വൈറ്റും ബ്ലാക്കും ഞാൻ ഓൾറെഡി ആദ്യമേ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോസ് ഞാൻ ഒരുപാട് കാണിച്ചിട്ടുള്ളത് കൊണ്ടാണ് കേട്ടോ ഇതിനകത്ത് ഞാൻ ഇൻക്ലൂഡ് ചെയ്യാഞ്ഞത്. ലാസ്റ്റായിട്ടാണ് ഈ ഒരു വാഞ്ചോ കേക്ക് ചെയ്യുന്നത് കേട്ടോ. ഈ വാഞ്ചോ കേക്ക് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് തന്നെ ഞാൻ ബാക്കി 2 കേക്കുകളും മുന്നേ ക്രം കോട്ട് ചെയ്ത് ഫ്രിഡ്ജിനകത്ത് വെച്ചതിന് ശേഷമാണ് ഈ ഒരു വാഞ്ചോ കേക്ക് ഫ്രോസ്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു 3 കേക്കിൻ്റെ സ്പഞ്ചും ഞാൻ 2ആയിട്ടാണ് കേട്ടോ ബേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. വാനിലയുടെയും പിന്നെ ചോക്ലേറ്റ് സ്പഞ്ചായിട്ട് 2 രീതിക്കാണ് കേട്ടോ ബേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ബേക്ക് ചെയ്യാനായിട്ട് വെച്ചതിന് ശേഷം തന്നെ ഞാൻ ക്രീം അടിക്കലും പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മുടെ ഷുഗർ സിറപ്പ് ആക്കലും പിന്നെ വീട്ടിൽ മക്കളുണ്ടായിരുന്നു, അവരുടെ കാര്യങ്ങളെല്ലാം ഇതിൻ്റെ ഇടയ്ക്കാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു കേക്കെല്ലാം ബേക്കായി വരുന്ന സമയത്ത് തന്നെ നമ്മൾ ബാക്കി എല്ലാ സംഭവങ്ങളും ആയിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു വാഞ്ചോ കേക്ക് ഞാൻ ക്രം കോട്ട് ചെയ്ത് വെച്ചതിന് ശേഷം ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ഞാൻ ഇതേപോലെ ഫൈനൽ കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സൈഡിൽ ഈ ഒരു രീതിക്കാണ് കേട്ടോ സ്ക്രാപ്പ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. ഈ കേക്ക് മാറ്റിയതിന് ശേഷം പിന്നെ അടുത്തത് നമ്മുടെ വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് ഞങ്ങളുടെ അടുത്തുള്ളൊരു മുത്തൂറ്റിലേക്ക് വേണ്ടിയിട്ടുണ്ടായിരുന്ന ഒരു കേക്കായിരുന്നു. അപ്പോൾ കുറച്ച് അവിടെ ഒരു മീറ്റിങ്ങിന് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടായതുകൊണ്ട് തന്നെ ഞാൻ കേക്ക് കുറച്ച് പരത്തിയിട്ടാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിലും സൈഡിലൊരു സിമ്പിളായിട്ടുള്ളൊരു സ്ക്രാപ്പർ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു 2 കേക്ക് ചെയ്തതിന് ശേഷമാണ് നമ്മൾ വാഞ്ചോ കേക്ക് വീണ്ടും ഫൈനൽ കോട്ട് ചെയ്യാനായിട്ട് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പം നമ്മൾ വാഞ്ചോ കേക്കിന് ഗനാഷ് വേണ്ടതുകൊണ്ട് തന്നെ നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് തന്നെ നമ്മൾ ആ ഒരു ബേക്കിങ്ങും ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ നമ്മൾ എല്ലാ സംഭവങ്ങളും ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ മാക്സിമം സമയം നമ്മൾ ഈ ഒരു കേക്കിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഡിസൈനാണ് സൈഡിൽ കൊടുത്തിട്ടുള്ളത്. നമ്മളെപ്പോഴും ഡ്രിപ്പിങ്ങിന് ഇതേപോലെ എന്തെങ്കിലും ഡിസൈൻ കൊടുക്കുമ്പോൾ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇതേപോലെ ഡിസൈൻസുകൾ എന്തെങ്കിലും കൊടുക്കാറുള്ളത്. അപ്പോൾ ആ ഒരു കേക്കും ഞാൻ ഫൈനൽ കോട്ട് ചെയ്ത് ഫ്രീസ് ചെയ്യാനായിട്ട് വെച്ചതിന് ശേഷം നമ്മൾ ഫസ്റ്റ് ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൻ്റെ ഡെക്കറേഷനാണ് ചെയ്യുന്നത്. അതിൽ നമ്മുടെ വാഞ്ചോയ്ക്ക് റെഡിയാക്കിയിട്ടുള്ള ചോക്ലേറ്റ് ഗനാഷ് ഇതേപോലെ ചെറുതായിട്ടൊരു ഡ്രിപ്പിങ് കൊടുത്തിട്ട് ഒരു സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഡെക്കറേഷനാണ് കേട്ടോ ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ ടോപ്പിൽ വൈറ്റ് ക്രീം വെച്ചിട്ട് തന്നെ ഒരു ബോർഡറും താഴെയും ബോർഡറൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഡെക്കറേഷനൊക്കെ ഞാൻ ചെയ്യുന്നത് ഒരു 12 മണി ആ ഒരു സമയത്താണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ബ്ലാക്കും വൈറ്റും ഏകദേശം കംപ്ലീറ്റ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ കിടന്നിട്ടുണ്ടായിരുന്നത്. വാഞ്ചോയിനകത്ത് നമ്മൾ ഡെക്കറേഷനൊക്കെ ചെയ്യുന്നത് പിറ്റേന്ന് രാവിലെയാണ് കേട്ടോ. കാരണം നമ്മൾ ഗനാഷ് കൊടുക്കുമ്പോൾ ടോപ്പിൽ ഫുള്ളായിട്ട് ഗനാഷ് കൊടുക്കുമ്പോൾ കേക്ക് എത്രത്തോളം ഫ്രീസ് ചെയ്യണോ അത്ര നന്നായിട്ട് ഫ്രീസ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കേക്കുകളെല്ലാം എനിക്ക് ഒരെണ്ണം മാത്രം വൈറ്റ് ഫോറസ്റ്റ് മാത്രമേ എനിക്ക് രാവിലെ കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കി 2 കേക്കും ഈവനിങ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ അതേപോലെ തന്നെ കേക്കുകളെല്ലാം ഈ ഒരു വൈറ്റും ബ്ലാക്കും മാക്സിമം കംപ്ലീറ്റ് ചെയ്തിട്ടാണ് കേട്ടോ നിന്നിട്ടുണ്ടായിരുന്നത്. ഇതിൽ ഒരു കേക്ക് മാത്രമാണ് നമുക്ക് വൈകിട്ട് ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നത്. ബാക്കി 2ഉം നൈറ്റാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. അപ്പം എല്ലാം കൂടി ഒന്നിച്ച് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പിന്നെ രാത്രി നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാനൊരു 8 മണി ആയിട്ടുണ്ടായിരുന്നു വീട്ടിലെത്തിയപ്പോൾ. പിന്നെ നമ്മുടെ ബേക്കിംഗ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ 8:30 മണി ആയിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമായിട്ട് പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് പല പല കാര്യങ്ങളായിട്ട് നമ്മൾ എൻഗേജ്ഡ് ആയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞിട്ടൊക്കെയാണ് അതിൻ്റെ ഇടയ്ക്കാണ് നമ്മൾ ഈ ഒരു ഫ്രോസ്റ്റിംഗ് ആയാലും ഡെക്കറേഷനൊക്കെ ആയാലും ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ രാവിലെ നമുക്ക് വീണ്ടും ഡ്യൂട്ടിക്ക് പോവേണ്ടതുകൊണ്ട് രാവിലെ തന്നെ എണീറ്റിട്ടുണ്ടായിരുന്നു. രാവിലെ എണീറ്റ പാടെ നമ്മൾ വാഞ്ചോ കേക്കിൻ്റെ ഗനാഷാണ് കൊടുത്തിട്ടുള്ളത്. ടോപ്പിൽ വൈറ്റ് ഗനാഷ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫ്രിഡ്ജിൽ വെക്കുന്ന സമയത്ത് ആ ഒരു കേക്കിൻ്റെ സൈഡൊന്ന് ഫ്രിഡ്ജിൻ്റെ സൈഡിലൊന്ന് ടച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് ക്രീമൊന്ന് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അവിടെ ഒന്നും ചെയ്തില്ല, എന്തെങ്കിലും ഡെക്കറേഷൻ ചെയ്ത് റെഡിയാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഫുള്ള് വൈറ്റ് ഗനാഷ് കൊടുത്തിട്ട്
ചോക്ലേറ്റ് ഗനാഷ് ഇതേപോലെ ഒരു ലൈൻസ് കൊടുത്തിട്ട് നമ്മൾ ചെറിയൊരു സ്റ്റിക്ക് വെച്ചിട്ട് നോർമലി വാഞ്ചോയ്ക്ക് കൊടുക്കുന്ന ഒരു ഡെക്കറേഷനാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ ക്രീം വെച്ചിട്ട് ഫ്ലവറൊന്നും കൊടുക്കാനായിട്ട് നിന്നിട്ടില്ല. കാരണം ഗനാഷ് കൊടുത്തതുകൊണ്ട് ഒരുപാട് ക്രീം വെച്ചിട്ടുള്ള ഫ്ലവർ കൊടുക്കാതെ 2 ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് കൊടുത്ത്, പിന്നെ നമ്മൾ ആ ഒരു കൈ നമ്മുടെ ടച്ച് ചെയ്ത ഭാഗത്ത് ഒരു ബട്ടർഫ്ലൈ വെച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഷുഗർ ബോൾസൊക്കെ ആ ഒരു ലൈൻസിൻ്റെ മുകളിൽ ഗോൾഡ് കളറുള്ള ഷുഗർ ബോൾസൊക്കെ ഇട്ട് കേക്ക് നന്നായിട്ട് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ വൈറ്റും ബ്ലാക്കിൻ്റെയും ടോപ്പിലൊക്കെ ആയിട്ട് ഒരു 2 ഫ്ലവർ വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പിന്നെ നമ്മൾ സൺഫ്ലവർ നോസിൽ വെച്ചിട്ട് ഒരു റെഡ് കളർ ക്രീം വെച്ചിട്ടുള്ളൊരു ഫ്ലവർ കൊടുക്കുന്നുണ്ട്. പിന്നെ അതിന് ചുറ്റുമായിട്ട് ലീവ്സും കൂടെ കൊടുക്കുന്നുണ്ടായിരുന്നു. ഈ ഒരു ലീവ്സ് വരയ്ക്കാനായിട്ട് ഞാൻ ഗ്രീൻ കളർ ഇല്ലാത്തത് കൊണ്ട് ബ്ലൂവും എല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് ഗ്രീൻ ആക്കിയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇപ്പം ഞാൻ കുറച്ച് നാളായിട്ട് ഇതേ രീതിയിലാണ് കേട്ടോ, ഗ്രീൻ കളർ വാങ്ങിക്കാറില്ല, ബ്ലൂവും എല്ലാം കൂടെ ആഡ് ചെയ്തിട്ടാണ് കേട്ടോ ഗ്രീൻ കളർ കൊടുക്കാറുള്ളത്. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ എല്ലാം 3 കേക്കിൻ്റെയും ഫൈനൽ എല്ലാ ഡെക്കറേഷനും നമ്മൾ രാവിലെ തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഡ്രിപ്പിങ് ഉണ്ടോ, നൈറ്റ് ഒഴിക്കാൻ നേരത്ത് നമ്മൾ കറക്റ്റായിട്ട് നിന്നു, പക്ഷേ രാവിലെ ആയപ്പം കുറച്ചഞ്ഞ് താഴത്തോക്ക് വന്നിട്ടുണ്ടായിരുന്നു. എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ ഡ്രിപ്പിങ് പോലെ കിടന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു 3 ഡെക്കറേഷനും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് നമ്മൾ എല്ലാ ജോലിയും നമ്മൾ ഇഷ്ടത്തോടെയാണ് ചെയ്യുന്നത്, എന്നാലും കുറച്ചധികം ഈ ഒരു 3 കേക്ക് വർക്കും രാത്രിയും കൂടി ആയതുകൊണ്ട് രാത്രി എത്ര സമയം വേണമെങ്കിലും നമുക്ക് നിന്ന് ചെയ്യാൻ പറ്റും. രാവിലെ നമുക്ക് കുറച്ച് നേരം കിടന്നിറങ്ങിയാലും എല്ലാം ചെയ്യാൻ പറ്റും. അപ്പം ഒരു കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഞാനിവിടെ ലാസ്റ്റ് കൊടുത്തേക്കാം. അപ്പോൾ ഈ ഒരു 3 ഡിസൈൻസുകളും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്.